ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നമെന്ന സിനിമയുടെ പേര് മാറ്റണമെന്ന് നിർദ്ദേശിച്ചു സെൻസർ ബോർഡ്. ഭാരതം എന്ന വാക്ക് ഉപയോഗിക്കരുതെന്ന് ആവശ്യപ്പെട്ട് അണിയറ പ്രവർത്തകർക്ക് നോട്ടീസ് ലഭിച്ചു. ഈ മാസം 8-ന് റിലീസ് ചെയ്യാനിരിക്കെ ഉണ്ടായ നടപടി അണിയറ പ്രവർത്തകരെ ആശങ്കയിലാക്കി. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം, ഈ പേരിലെ ഭാരത് എന്ന വാക്കാണ് സെൻസർ ബോർഡിൻ്റെ പ്രശ്നം. സിനിമയുടെ പേരിൽ ഭാരതം എന്ന് ഉപയോഗിക്കരുതെന്ന് കാട്ടി ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് നോട്ടീസ് ലഭിച്ചു. കാരണം വ്യക്തമാക്കിയിട്ടില്ല. ചിത്രത്തിൻ്റെ ട്രെയിലർ അടക്കം പിൻവലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇതിൻ്റെയും കാരണം പേര് മാറ്റിയില്ലെങ്കിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്നും ബോർഡ് നോട്ടീസിൽ പറയുന്നു. അണിയറ പ്രവർത്തകർക്ക് ആവശ്യമെങ്കിൽ റിവ്യൂ കമ്മിറ്റിയെ സമീപിക്കാമെന്നും നോട്ടീസിലുണ്ട്. നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സുഭീഷ് സുധിയാണ് മുഖ്യ കഥാപാത്രമായി എത്തുന്നത്. നമുക്ക് എന്തായാലും 8-ാം തീയതി സിനിമ റിലീസ് ചെയ്തേ പറ്റൂ. കാരണം ഒരു ഭാരതം എന്നുള്ള പേര് മാറ്റുക പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരള സ്റ്റോറി എന്നുള്ള പേര് വന്ന കാട്ടിൽ എന്തുകൊണ്ട് ഭാരതം എന്ന് വെച്ചുകൂടാന്ന് നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല. അസാധാരണ നടപടി നേരിടേണ്ടി വന്നതിൻ്റെ ആശങ്കയിലാണ് അണിയറ പ്രവർത്തകർ. പേരുമാറ്റം സൃഷ്ടിച്ചേക്കാവുന്ന സാമ്പത്തികവും കലാപരവുമായ അനവധി പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നു. സംവിധായകൻ TV രഞ്ജിത്ത്: ഇനിയിപ്പം പോസ്റ്റർ മാറ്റിയടിക്കുക അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഒരുപാട് സാമ്പത്തിക ഇതുണ്ട്. അതൊരു ചെറിയ സിനിമയല്ലേ, ഇതിനകത്തൊരു വലിയ സ്റ്റാർ കാസ്റ്റിൽ ഒരുപാട് വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയല്ലല്ലോ. അതെല്ലാവരോട് പറഞ്ഞു, പക്ഷെ അവർക്കതൊന്നൊരു പ്രശ്നമല്ല. അവർ ഭാരതം ഒന്നും കാണാൻ പാടില്ല. ആശാ വർക്കർമാരുടെ ദൈനംദിന ജീവിതമാണ് ഈ സിനിമയുടെ പശ്ചാത്തലം. ഈ മാസം 8-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.